യെസ്, ഹലോ everyone. ഇത് നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇതിൽ ടോപ്പിക് എന്ന് പറയുന്നത് MSME ആണ്. ഓക്കെ, MSME ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു മസ്റ്റ് ബി നോയിങ് വാട്ട് MSME is അല്ലെ. Still we'll start from the basic. MSME എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൈക്രോ, ഇതിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. ഓക്കെ, ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. ബിസിനസ്സസ് ആർ ക്ലാസിഫൈഡ് ആസ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് വെച്ചാൽ ഒരു ടു സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടാണ്. വൺ ഇസ് ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് മെഷീനറി എക്യുപ്മെന്റ്സിലൊക്കെ ടോട്ടൽ ആ കമ്പനി ആ ഒരു ബിസിനസ് എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ടാണ് ഒരു കണ്ടീഷൻ വരുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആനുവൽ ടേൺ ഓവർ. ആനുവൽ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ സെയിൽസ്. എത്രയാണ് ആ ഒരു ബിസിനസിന്റെ സെയിൽസ് എന്ന് വെച്ചിട്ട് ഇത് രണ്ടും എത്രയാണ് എന്ന് നോക്കിയിട്ടാണ് ഇത് ഒരു പെർട്ടിക്കുലർ ബിസിനസ് മൈക്രോ ആണോ, സ്മോൾ ആണോ, അല്ല മീഡിയം എന്റർപ്രൈസ് ആണോ എന്ന് പറയുന്നത്. ക്ലിയർ? അതിന്റെ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ബിസിനസ് വരുന്നതെന്നൊക്കെ നമുക്ക് വിൽ സ്റ്റഡി ഡോൺ പറയും. ഓക്കെ, ഫൈൻ. ഇനി അപ്പോ the rules actually relating to MSMEs are contained in the MSMED Act 2006. MSME ഈ ആക്ടിലൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സിക്യൂട്ടീവ് ലെവലിലും അടുത്ത ലെവലിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ആക്ട് ആണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ MSME റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ഒക്കെ പറയുന്നത് MSMED ആക്ട്. ഇഫ് എ സ്മോൾ ഫാക്ടറി വാണ്ട്സ് MSME ബെനിഫിറ്റ്സ്, അപ്പൊ ഗവൺമെന്റ് ഈ MSMED ആക്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് അത് ആ ഒരു ബിസിനസ് ഇതിൽ വരുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, ഫൈൻ. അതേപോലെ തന്നെ ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്. അതേപോലെ തന്നെ സെയിൽസ് ആണ്. അതില് ഇപ്പൊ ഇത്ര ക്രോറിന്റെ താഴെയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇത്ര ക്രോറിന്റെ താഴെ സെയിൽസും ആണെങ്കിൽ, ടേൺ ഓവറും ആണെങ്കിൽ അതിന് മൈക്രോ ആയിട്ട് കൺസിഡർ എന്നൊക്കെ പറയും. ആ ഒരു ലിമിറ്റും വർഷങ്ങൾ മാറുന്നതോളം മാറി മാറി വന്നു. കാരണം ഇൻഫ്ലേഷൻ കൂടുന്നുണ്ട്. അപ്പോൾ സെയിൽസും ടേൺ ഓവർക്ക് അതിനനുസരിച്ച് ബിസിനസ്സുകളുടെ കൂടിക്കൂടി വരും. അപ്പൊ അതിനനുസരിച്ചിട്ട് ആ ലിമിറ്റ് മാറി മാറി വന്നിട്ടുണ്ട്. ഇപ്പൊ എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഒരു കമ്പനി ഇപ്പൊ ഒരു മൈക്രോ ആണെന്ന് 15 കൊല്ലം മുമ്പ് കൺസിഡർ ചെയ്തത് ഇപ്പൊ ചിലപ്പോൾ മൈക്രോ ആയിരിക്കില്ല. അതിന്റെ ആ ഒരു ലിമിറ്റ് ആയിരിക്കില്ല ഇപ്പൊ വേണ്ടി വരിക. ആ രീതിയിൽ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ MSME എന്ന് പറയുമ്പോൾ MSMEs ക്യാൻ ബി ഇൻ മാനുഫാക്ചറിങ് ബിസിനസ്സിലാവാം, ഒരു MSME. അതേപോലെ തന്നെ ഒരു സർവീസ് ബിസിനസ് ആവാം, അതേപോലെ തന്നെ ഒരു ട്രേഡിംഗ് ബിസിനസ്സും ആവാം. മാനുഫാക്ചറിങ് ബിസിനസ് പറഞ്ഞാൽ ഒരു ഫർണിച്ചർ ഫാക്ടറി, അങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് മാനുഫാക്ചറിങ്. അതേപോലെ സർവീസ് ബിസിനസ് പറഞ്ഞാൽ ട്രാവൽ ഏജൻസി, അങ്ങനെ ആ രീതിയിലുള്ളത് സർവീസ് കൊടുക്കുന്നത്. പിന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഈസിലി സേ മൊബൈൽ ഫോൺ ഷോപ്പ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ഒരു MSME ക്യാൻ ബി എ മാനുഫാക്ചറിങ്, സർവീസ് ആൻഡ് ട്രേഡിംഗ്. ഏത് ബിസിനസ് ചെയ്താലും അത് MSMEയിൽ ഉൾപ്പെടുത്താം. ഇനി അതിന്റെ ക്ലാസിഫിക്കേഷൻ ടേബിൾ നമുക്ക് നോക്കാം. എത്രയാണ് ഇൻവെസ്റ്റ്മെന്റ്, സെയിൽസ് വന്നാലാണ് മൈക്രോ എന്ന് പറയുന്നത്, സ്മോൾ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സോ MSME ക്ലാസിഫിക്കേഷൻ ടേബിൾ. മൈക്രോ ആണെങ്കിൽ, ഒരു മൈക്രോ എന്റർപ്രൈസ് ആണ് എന്ന് പറയണമെങ്കിൽ എന്താ വേണ്ടത് നോക്കാം. മൈക്രോ എന്റർപ്രൈസ് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, രണ്ട് കണ്ടീഷൻസ് ആണ് വേണ്ടത്. ഒന്ന് ഇൻവെസ്റ്റ്മെന്റും ഒന്ന് ടേൺ ഓവറും. സോ മൈക്രോ ആണെങ്കിൽ ദ ഇൻവെസ്റ്റ്മെന്റ്, ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ പ്ലാന്റ് എക്യുപ്മെന്റ് മെഷീനറി, അതിലൊക്കെ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.5 crores. 2.5 crores താഴെ മാത്രം ഇൻവെസ്റ്റ്മെന്റ് ആ ഒരു ബിസിനസ്സിന് ഉണ്ടാവാൻ പാടുള്ളൂ മൈക്രോ ആണ്. ഇത് മാത്രം പോരാ, പ്ലസ് ടേൺ ഓവർ, അതിന്റെ ഒരു വർഷത്തെ ടേൺ ഓവർ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 crore. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താലേ മൈക്രോ ആണെന്ന് പറയുള്ളൂ. ഓക്കെ, മൈക്രോ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും സ്മോളിനേക്കാൾ. ആ രീതിയിലാണ് നമ്മൾ കണ്ടുവരുന്നത് ഗവൺമെന്റിന്റെ ഇടപെടലുകൾ. ഇനി അടുത്ത സ്മോൾ ആണെങ്കിൽ എന്ത് വരും എന്ന് നോക്കാം.
സോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ബേക്കറി, അവരുടെ ടോട്ടൽ മെഷീനറി കോസ്റ്റ് ഇസ് 1 crore ആൻഡ് അവരുടെ സെയിൽസ് 8 crore ആണ്. നമുക്ക് പറയാം അത് മൈക്രോയിൽ വരുന്നു അല്ലെ. ഇറ്റ്സ് എ മൈക്രോ എന്റർപ്രൈസ്. പിന്നെ സ്മോൾ ആണെങ്കിലുള്ള കണ്ടീഷൻ നോക്കാം. ഇഫ് ഇറ്റ്സ് എ സ്മോൾ എന്റർപ്രൈസ്, സ്മോൾ എന്റർപ്രൈസ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് should be less than or equal to 25 crores. നേരെ ഇൻറ്റു 10 ചെയ്താൽ മതി മൈക്രോന്റെ അല്ലെ. അങ്ങനെ ഓർത്ത് വയ്ക്കാം. ടേൺ ഓവറും അതേപോലെ തന്നെ നേരെ ഇൻറ്റു 10 ചെയ്താൽ മതി, ഈക്വൽ ടു 100 crores. ഇതിന് ഉദാഹരണം പറയാൻ പറ്റുന്ന ഒരു മീഡിയം സൈസ് ഗാർമെന്റ് ഫാക്ടറി, അതിൽ ഇപ്പൊ ഒരു മെഷീനറി 15 കോടിയുടെ ഉണ്ട്, ടേൺ ഓവർ 80 crore ആണ്. ഇറ്റ് കംസ് ഇൻ ദ സ്മോൾ. ക്ലിയർ? ഓക്കെ. ഇനി മീഡിയം എന്റർപ്രൈസ്. മീഡിയം എന്റർപ്രൈസ് എന്ന് പറഞ്ഞാല് ഇൻവെസ്റ്റ്മെന്റ് less than or equal to 125 crores and turnover less than or equal to 500 crores. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്ത് പറയാം, മീഡിയം എന്റർപ്രൈസ് ആണെന്ന് പറയാം. ഓക്കെ. ഇനി ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ എന്താന്ന് നോക്കാം. ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ എന്ന് പറഞ്ഞാല് ഒരു ബിസിനസ് അവർക്ക് ബേസിക് ആയിട്ട് സെൽഫ് ഡിക്ലെയർ, അവർ തന്നെ പറയാണ് ഞാനിങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പോർട്ടലിൽ കയറി എൻട്രി ചെയ്ത് കൊടുത്തിട്ട് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ അതിന് വേറെ നൂനാമൂലകളൊന്നും ഇല്ല. വളരെ എളുപ്പം അവർക്ക് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഇപ്പൊ നിങ്ങൾ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ടൈലറിംഗ് എന്തെങ്കിലും നടത്തുന്നത് വെക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടുപോയിട്ട് അക്ഷയയിൽ പോയിട്ട് കൊടുത്ത ഒരു OTP വരും നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ. ആ ആധാർ ലിങ്ക് മൊബൈൽ നമ്പറിൽ OTP വരും. ഇത്രയും കാര്യം ആവശ്യമുള്ളൂ ഉദ്യം രജിസ്ട്രേഷന്. നമ്മൾ സെൽഫായിട്ട് ഡിക്ലെയർ ചെയ്യാണ് ഞാനിങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതിൽ ആരും ഗവൺമെന്റ് വന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. അതാണ് ഉദ്യം രജിസ്ട്രേഷൻ പോർട്ടൽ. ഓക്കെ. അത് July 1, 2020 അത് ലോഞ്ച് ചെയ്യപ്പെട്ടത്. July 1, 2020. ഓക്കെ. ബിസിനസ് ഓൾ ഓവർ ഇന്ത്യ ക്യാൻ രജിസ്റ്റർ ആസ് MSMEs ഓൺലൈൻ ത്രൂ ദിസ്. ഓക്കെ. അതേപോലെ തന്നെ ബിസിനസ് രജിസ്റ്റർ അണ്ടർ ഓൾഡ് സ്കീം, പഴയ സ്കീമിലേക്കുള്ള ഒരു ആസ്റ്റ് ഷിഫ്റ്റ് ദ ഉദ്യം രജിസ്ട്രേഷൻ. ഗവൺമെന്റ് അങ്ങനെ ഒരു പരിപാടി പറഞ്ഞിരുന്നു. ഇതിലിപ്പോ രജിസ്ട്രേഷൻ ഫീസ് ഇല്ല, അതേപോലെ ഫിസിക്കൽ ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൺലി തിങ് യു നീഡ് ഇസ് സെൽഫ് ഡിക്ലറേഷൻ. ഇൻഫർമേഷൻ ഇസ് എന്റർഡ് ബൈ ദ എന്റർപ്രണർ ഹിംസെൽഫ്. ഓക്കെ. നമ്മൾ തന്നെ പറയണേ ഞാൻ ഇങ്ങനെ ബിസിനസ് ചെയ്യേണ്ടത്. സോ എ ഷോപ്പ് ഓണർ ക്യാൻ രജിസ്റ്റർ ഓൺലൈൻ യൂസിങ് ആധാർ without visiting any office. Okay. അപ്പൊ ഇതില് ഇറ്റ് ബിക്കംസ് ഈസിയർ ഫോർ ബിസിനസ് ടു എൻ്റർ ദ ഫോർമൽ എക്കണോമി. ഒരു തരത്തിലുള്ള അങ്ങനെ ഒരു ബിസിനസ് നടത്തുന്ന ഒരു പ്രൂഫും ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു ഫോർമൽ രീതിയിൽ, ഇൻഫോർമൽ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഫോർമൽ രീതിയിലേക്ക് ഒരു ബിസിനസ് നടത്തുന്ന ഒരു പ്രൂഫ് എത്തിച്ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് ഉദ്യം രജിസ്ട്രേഷൻ. ഓക്കെ. അതിന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഉദ്യം അക്സസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. സെയിം തന്നെ. ഓക്കെ. നൗ വിൽ ടോക്ക് അബൌട്ട് ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് ഫോർ MSMEs. ഗവൺമെന്റ് കുറെ സ്കീമുകൾ കൊണ്ടുവന്നിട്ടുണ്ട് MSME ഗ്രോ ചെയ്യാൻ വേണ്ടി. മെയിൻലി അവരുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാൻ, അതേപോലെ തന്നെ മാർക്കറ്റ് സപ്പോർട്ട് കൊടുക്കാൻ, അതേപോലെ സ്കിൽ ഡെവലപ്മെന്റ്, ടെക്നോളജി സപ്പോർട്ട്. അങ്ങനത്തെ ഒരു സ്കീമാണ് PM വിശ്വകർമ്മ സ്കീം. PM വിശ്വകർമ്മ. അത് ഈ ആർട്ടിസൻസിന്റെയും ക്രാഫ്റ്റ് പീപ്പിൾ ഒക്കെ ഇല്ലേ, ഒരു കാർപ്പന്റർ, ബ്ലാക്ക് സ്മിത്ത്, പോട്ടേഴ്സ്, ഗോൾഡ് സ്മിത്ത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ചെയ്യുന്ന ഈ ഒരു വർക്കേഴ്സിന്റെ, ട്രഡീഷണൽ വർക്കേഴ്സിന്റെ അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂട്ടാനും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് അവരുടെ പ്രൊഡക്റ്റുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ PM വിശ്വകർമ്മ സ്കീം ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോ അങ്ങനെ ഈ ഒരു സ്കീം പ്രകാരം അവരുടെ പ്രൊഡക്ട്സ് ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്ത് കൂടി വിൽക്കാനുള്ള ഒരു സാഹചര്യം ഗവൺമെന്റ് ഒരുക്കുകയാണ്. ഒരു ലോക്കൽ കാർപ്പന്റർ അയാളുടെ ഫർണിച്ചർ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരെ ഇതിലൂടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ.
ഈ സ്കീം ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്ത ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 17, 2023 ആണ്. ഓക്കെ. പിന്നെ വളരെയധികം ബൂം കിട്ടിയ മറ്റൊരു സ്കീമാണ് PMEGP. ഓക്കെ, PMEGP. ഒരു മിനിറ്റ്, ബോർഡ് വർക്ക് ചെയ്യുന്നില്ലല്ലോ. PMEGP ഇത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് കേട്ടോ. പ്രൈം മിനിസ്റ്റേഴ്സ് ഫുൾ ഫോം ആണ് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം. ഇതൊരു ക്രെഡിറ്റ് ലിങ്ക് സബ്സിഡി സ്കീമാണ്. അതായത് ഒരാള് ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നു. സേ ഹി ടേക്സ് എ ലോൺ ഓഫ് 10 lakhs. ഓക്കെ, അതില് ഗവൺമെന്റ് മേ പ്രൊവൈഡ് ഒരു അപ്രോക്സിമേറ്റ്, ഇറ്റ് വേരീസ്. സേ എക്സാമ്പിൾ നല്ലൊരു ഇത് കൊടുക്കേണ്ടത് 3 lakhs അല്ലെങ്കിൽ 2.5 lakhs ഒക്കെ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും, ലോണിലേക്ക് നേരിട്ട് റീപേയ്മെന്റ് പോകും. ഓക്കെ, അപ്പോ അയാളുടെ റീപേയ്മെന്റ് ബേർഡൻ കുറയാണ്, ആൾക്ക് ലോൺ തിരിച്ചടക്കേണ്ട ബേർഡൻ കുറയാണ്, ആൾക്കാർക്ക് കൂടുതൽ ലോൺ എടുത്ത് പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ഒരു പ്രചോദനമാവും. അങ്ങനെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഓരോ ആൾക്കാർക്ക് ജോലി കിട്ടും. ഇപ്പൊ ഒരു ബേക്കറി പുതിയതായിട്ട് തുടങ്ങി, അയാൾക്ക് ഇങ്ങനെ സബ്സിഡി കിട്ടുന്നതുകൊണ്ട് അയാൾ തുടങ്ങാൻ ധൈര്യം കാണിച്ച് തുടങ്ങിയിരിക്കും. അവിടെ ഒരു ബേക്കറിന് ജോലി കിട്ടും, ഒരു ഹെൽപ്പറിന് ജോലി കിട്ടും, അതിനൊരു ഡെലിവറി പേഴ്സൺ ജോലി കിട്ടും. സോ ദിസ് ജനറേറ്റ്സ് എംപ്ലോയ്മെന്റ്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ സബ്സിഡീസ് ഗവൺമെന്റ് പേസ് പാർട്ട് ഓഫ് ദ പ്രൊജക്ട് കോസ്റ്റ് ആസ് സബ്സിഡി. ഇതിന് പ്രൊജക്ട് കോസ്റ്റ് ഈ ഒരു സ്കീമിൽ എലിജിബിൾ ആവണമെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്നതിന്റെ മാക്സിമം പ്രൊജക്ട് കോസ്റ്റ്, ലോൺ എമൗണ്ട് അല്ല, മാക്സിമം പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെങ്കിൽ 50 lakhs ആണ്. ഇനി അതൊരു സർവീസ് സെക്ടർ ആണെങ്കിൽ 20 lakhs ആണ്. ഒരു സർവീസ് ബിസിനസ് ആണ് ചെയ്യുന്നതെങ്കിൽ 20 lakhs ആണ് ആ പ്രൊജക്ട് കോസ്റ്റിന്റെ മാക്സിമം പാടുക. ഇത് മാനുഫാക്ചറിങ് ആണെങ്കിൽ 50 lakhs വരെ പോവാം, എങ്കിൽ മാത്രമേ അതിന്റെ സബ്സിഡി കിട്ടുള്ളൂ. ക്ലിയർ? ഇനി അതേപോലെ MSMEനെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് മറ്റൊരു സാധനം കൊണ്ടുവന്നാണ് പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി. ഓക്കെ, പബ്ലിക് പ്രൊക്യൂർമെന്റ് പോളിസി. ഇത് വന്നത് 2012 ഇതെന്താ പറയുന്നത് വെച്ചാല്, ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സും ഗവൺമെന്റ് ഓഫീസേഴ്സിനൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും അല്ലെ. ആ വാങ്ങുന്ന സാധനങ്ങളില് അറ്റ്ലീസ്റ്റ് 25% ഓഫ് ദ റിക്വയർമെന്റ് ഷുഡ് ബി ഫ്രം MSMEs, മൈക്രോ ആൻഡ് സ്മോൾ. മീഡിയം ഇല്ല, മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എന്നായിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് കംപ്ലൈന്റ് ബോർഡിന് പെട്ടെന്ന് അങ്ങോട്ട് താഴോട്ട് മുകളിലോട്ടും പോകുന്നില്ല. ലെറ്റ്സ് സീ, ഇപ്പൊ ഒരു സർട്ടൻ മിനിസ്ട്രി, ഒരു ഡിഫൻസ് മിനിസ്ട്രി ആയിക്കോട്ടെ, അവർക്ക് ഡിഫൻസ് മിനിസ്ട്രി പറ്റില്ല, സോറി, ഒരു ഫൈനാൻസ് മിനിസ്ട്രി ആയിക്കോട്ടെ, അവർക്ക് സേ അറൌണ്ട് 100 crores സാധനങ്ങൾ വാങ്ങണം എന്ന് വെക്കുക. സോ അറ്റ്ലീസ്റ്റ് 25 crores ഓഫ് ദിസ് ഷുഡ് ബി ഫ്രം MSEs, that is micro and small enterprise. മീഡിയത്തിനെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ആൻഡ് ഇൻ ദാറ്റ് ഇറ്റ്സെൽഫ് 4% is reserved for SC/ST owned MSEs. ഓക്കെ, ഈ രീതിയിൽ ഈ 20 out of the 25%, out of the 25%, 4% of it should be from SC/ST entrepreneurs. ഓക്കെ, അതേപോലെ 3% is reserved for women owned MSMEs. Clear? ഓക്കെ, ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞു മൈക്രോ ആൻഡ് സ്മോളിന് വേണ്ടിയിട്ടാണ്. Now there are certain policies designed for medium enterprises. അതിന് ആരെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്? നീതി ആയോഗ് ആണ്. So there is a നീതി ആയോഗ് report released in May 2025. ലേറ്റസ്റ്റ് ആണ് നീതി ആയോഗ്. നീതി ആയോഗ് എന്താണ്? I think we are studying in some part of this എക്കണോമിക്കോ ബിസിനസ് എൻവയോൺമെന്റ് ഏതോ ഒരു സിലബസിനെ കണ്ടിരുന്നു. സോ വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി.
നീതി ആയോഗാണ് ഒരു മീഡിയം എന്റർപ്രൈസസിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത്. ദാറ്റ് വാസ് ഇൻ 2025. ഓക്കെ, അതിൽ അവർ പറയുന്നത് എന്താ വെച്ചാൽ മീഡിയം എന്റർപ്രൈസസ് ആണ് നമ്മുടെ GDP, അതേപോലെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്, അതേപോലെ തന്നെ എക്സ്പോർട്സ്, ഇത് മൂന്നിലേക്കും മെയിൻ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, മേജർ കോൺട്രിബ്യൂട്ടർ ഇനി വരുന്ന കാലങ്ങളിൽ മീഡിയം എന്റർപ്രൈസസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ തന്നെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ദർ ആർ സർട്ടൻ പ്രോബ്ലംസ് വിച്ച് ആർ ബീങ് ഫേസ്ഡ് ബൈ മീഡിയം എന്റർപ്രൈസസ്. അതിലെ മെയിൻ ഫസ്റ്റ് പ്രോബ്ലം ആണ് ഒരു നോട്ട് ഇനഫ് ഫൈനാൻഷ്യൽ പ്രൊഡക്ട്സ് ഡിസൈൻ സ്പെസിഫിക്കലി ഫോർ മീഡിയം എന്റർപ്രൈസസ്. അതായത് ഇപ്പൊ ഒരു മീഡിയം എന്റർപ്രൈസിന് 20 കോടി ഫൈനാൻസ് വേണം, പക്ഷെ സൂട്ടബിൾ ലോൺ പ്രൊഡക്ട്സ് വളരെ കുറവാണ്, അവൈലബിൾ അല്ല എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്നതാണ് ലിമിറ്റഡ് അഡോപ്ഷൻ ഓഫ് അഡ്വാൻസ് ടെക്നോളജീസ്. അതായത് മെനി മീഡിയം എന്റർപ്രൈസസ് ഡു നോട്ട് യൂസ് മോഡേൺ ടെക്നോളജി. അതൊരു പ്രശ്നം തന്നെയാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് വളരെ ഇൻസഫിഷ്യന്റ് ആണ്. ദാറ്റ് ഈസ് അൺഏബിൾ ടു ക്രിയേറ്റ് ന്യൂ പ്രൊഡക്ട്സ് ഡ്യൂ ടു ലാക്ക് ഓഫ് ദീസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതേപോലെ തന്നെ നോട്ട് ഇനഫ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ടോയ് മാനുഫാക്ചർ, അയാളുടെ ടോയുടെ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടി ടെസ്റ്റിംഗ് ചെയ്യണം. അതിനൊന്നും കൃത്യമായിട്ട് ഒരു സ്ഥാപനങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ മിസ് മാച്ച് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് എന്റർപ്രൈസ് നീഡ്സ്. ദാറ്റ് ഇസ് വർക്കേഴ്സ് ആർ ട്രെയിൻഡ് ഇൻ സ്കിൽസ് ദാറ്റ് ദ ബിസിനസ് മേ നോട്ട് ആക്ച്വലി റിക്വയർ. അങ്ങനത്തെ പ്രശ്നം വരുന്നത്, അതായത് ബിസിനസ്സിന് വേണ്ട സ്കില്ലല്ല ചിലപ്പോൾ അതിൽ വർക്കേഴ്സിന് കിട്ടുന്ന ട്രെയിനിങ്. ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് മീഡിയം എന്റർപ്രൈസസ് അഭിമുഖീകരിക്കുന്നത് എന്നാണ് ഈ നീതി ആയോഗ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നീതി ആയോഗ് എന്നതിനുള്ള സൊല്യൂഷൻസും പറയുന്നുണ്ട്. ഓക്കെ, ആദ്യത്തെ പ്രശ്നം നമ്മൾ പറഞ്ഞത് കൃത്യമായിട്ടൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നില്ല. സോ special finance schemes for media enterprises, that is includes working capital linked to turnover, 5 crore credit card facility, faster loan dispersal. ആ രീതിയിൽ tailored financial solution നീതി ആയോഗ് സജഷൻ മുന്നോട്ട് വെച്ചു. അതേപോലെ തന്നെ ടെക്നോളജി ഇന്റഗ്രേഷൻ ആൻഡ് ഇൻഡസ്ട്രി 4.0, പ്രൊമോട്ട് മോഡേൺ ടെക്നോളജീസ് ലൈക്ക് ഓട്ടോമേഷൻ, AI, റോബോട്ടിക്സ്, സ്മാർട്ട് മാനുഫാക്ചറിംഗ്, ഇതെല്ലാം ഈ മീഡിയം എന്റർപ്രൈസസിലേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ക്രിയേറ്റഡ് ഡെഡിക്കേറ്റഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ ഇൻ ദ മിനിസ്ട്രി ഫോർ MSME. അങ്ങനെ ഒരു പ്രത്യേകമായിട്ടൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെൽ ഈ MSME മിനിസ്ട്രി, MSMEയുടെ ഈ വ്യവസായ വകുപ്പിന്റെ കീഴിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നോക്കുള്ളൂ കോമൺ ടെസ്റ്റിംഗ് സെന്റർ. ഇപ്പൊ ഒരേ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ആണെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു കോമൺ ടെസ്റ്റിംഗ് സെന്റർ, ടെക്സ്റ്റൈൽ ക്ലസ്റ്റർ ആണെങ്കിൽ, ഇപ്പൊ ഒരു ടെക്സ്റ്റൈലിന്റെ ക്ലസ്റ്റർ ആണെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ടൊരു ടെസ്റ്റിംഗ് സെന്റർ, അങ്ങനെ ആ രീതിയിൽ തുടങ്ങാൻ തീരുമാനിച്ചു. അതേപോലെ തന്നെ ഒരു ട്രെയിനിങ് ഷുഡ് മാച്ച് ഇൻഡസ്ട്രി റിക്വയർമെന്റ്സ്, അതാണ് ട്രെയിനിങ്ങിന്റെ പ്രശ്നം, അങ്ങനെ ആ രീതിയിൽ പരിഹരിക്കാം എന്ന രീതിയിലാണ് ഈ നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ MSME കുറിച്ച് നിങ്ങളുടെ ബുക്കിൽ പറഞ്ഞിട്ടുള്ളത്. യു ക്യാൻ ഗോ ത്രൂ യുവർ മോഡ്യൂൾ ബുക്ക്. ഓക്കെ, താങ്ക് യു.